إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشوني اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പന നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും പിൻപറ്റി ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് ആർജിച്ച് അല്ലാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്യന്തികമായ ജീവിത വിജയത്തിനു വേണ്ടി അമ്പിയാക്കന്മാര് മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ജീവിത മാർഗമാണ്, ശരിയായ ഹിദായത്തിന്റെ വഴിയാണ് അൽ ഇസ്ലാം. അതല്ലാത്ത ഒരു വഴിയിലൂടെയും സഞ്ചരിച്ചാൽ ആത്യന്തികമായ ലക്ഷ്യം പ്രാപിക്കുവാൻ സാധ്യമല്ല തന്നെ. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ കുറേയധികം മത സമൂഹങ്ങളും മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ളതിനിടയിൽ നമ്മളങ്ങ് മുസ്ലിമീങ്ങളായി ജീവിക്കുകയാണ്, വേറൊരു മതമായി ജീവിക്കുകയാണ് എന്ന ഒരു വിചാരമല്ല. മറിച്ച് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ്, ഇസ്ലാം അല്ലാത്തൊരു ദീൻ ഇല്ലേ ഇല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ഒരേ ഒരു ദീൻ ദീനുൽ ഇസ്ലാം മാത്രമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. എന്നാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭ്യമായതിനു ശേഷം 40-ാം വയസ്സ് മുതൽ 63-ാം വയസ്സ് വരെയുള്ള 23 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിനിടയിൽ അള്ളാഹുവിങ്കൽ നിന്നും ലഭ്യമായിട്ടുള്ള ദിവ്യ സന്ദേശങ്ങൾ അഥവാ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ജീവിത മാർഗത്തിനാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതേത് മേഖലകളുണ്ടോ അവിടെയൊക്കെ പാലിക്കപ്പെടേണ്ട നിയമങ്ങളുടെ സംഹിതയാണ് ദീനുൽ ഇസ്ലാം. അത് പരിപൂർണമായ സമ്പൂർണമായ ഒരു ദീനാണ്. എന്ന് വെച്ചാൽ അതിലേക്ക് ഇനി ഒന്നും അങ്ങോട്ട് ചേർക്കേണ്ടതുമില്ല, ഉള്ള കാര്യം ഒഴിവാക്കേണ്ടതുമില്ല. ഒന്നും ചേർക്കേണ്ടതില്ലാത്തതും കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്തതും ഒന്നും ഒഴിവാക്കേണ്ടതില്ലാത്തതും അത്രമാത്രം സുഭദ്രമായ ദീനാണ്. എന്നാൽ ദീനുൽ ഇസ്ലാം അല്ലാത്ത ദുനിയാവിൽ ഏത് ദീനുണ്ടോ അതിനൊന്നും ഇങ്ങനെ ഒരു സുഭദ്രമായ അടിത്തറയില്ല എന്നതാണ് ശരി. ഓരോ നാളിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നത് ഓരോ മതത്തിന്റെയും അതിന്റെ ആളുകൾ, അതിന്റെ പുരോഹിതന്മാര് തീരുമാനിക്കുകയും ആ തീരുമാനങ്ങൾക്കനുസരിച്ച് മതത്തിന്റെ വിശ്വാസങ്ങളോ അനുഷ്ഠാന രീതികളോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു അടിത്തറയില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. ദീനുൽ ഇസ്ലാമിൽ ഒരു പുരോഹിതനോ ഒരു പണ്ഡിതനോ ഒരു പ്രാധാന്യവുമില്ല. അയാൾ പറയുന്നത്
ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ട്, അഥവാ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതല്ലാത്തൊരു വാക്കിന് ആർക്കും ദീനുൽ ഇസ്ലാമിൽ അവകാശമേ ഇല്ല എന്നതാണ് ഇസ്ലാം ദീനിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അതാണ് വ്യതിരിക്തത. മറ്റുള്ള ദീനുകളിലൊന്നും ഇല്ലാത്ത അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞത് അതാണ്. ഇനി ഈ ദീനനുസരിച്ച് ജീവിക്കുന്നവരായ ആളുകളെ തന്നെ ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറയുന്നവരായ ആളുകളിൽ തന്നെ എന്തും കൂടി നമ്മൾ കാണുന്നുണ്ട്. ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതായ പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല വിശ്വാസങ്ങളും പല ആരാധനകളും ഉണ്ടാക്കി നവീനമായി നിർമ്മിച്ച് അതൊക്കെ മതമാണ് എന്ന് വിശ്വസിക്കുകയും അതാചരിക്കുകയും ചെയ്ത് നടക്കുന്നവരായ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം എന്താണ്, ഈ ആചാരക്രമങ്ങൾക്കിടയിൽ ശരിയായ ദീനുൽ ഇസ്ലാം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയും മുസ്ലിമീങ്ങൾക്ക് സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനത്വം, ദീനാകാനുള്ള അടിസ്ഥാനം എന്ത് എന്നതിനെക്കുറിച്ചുള്ള നല്ല അവബോധം ഓരോ മുസ്ലിമിനും ഉണ്ടായിരിക്കേണ്ടത്. സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. അൽ-യൗം യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും. നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ കാഫറുകളായ ആളുകൾ നിരാശയിലായി പോയിരിക്കുന്നു ഇന്നേ ദിവസം മുതൽ. അൽ-യൗം, ഇന്നേ ദിവസം, യഇസല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ നിരാശപ്പെട്ടിരിക്കുന്നു മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദീൻ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. അതെന്നാണെന്നറിയോ? ഹജ്ജത്തുൽ വദായിൽ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ച് അറഫയിൽ സമ്മേളിക്കുന്നതായ ആ ഒരു ദിവസത്തിൽ അവതീർണമായിട്ടുള്ള വചനമാകുന്നു ഇത്. ആ ദിവസത്തോടുകൂടി ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. ദീൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പ് നേടി എന്നർത്ഥം. അതായത് ആ കാലം വരെയും അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ എതിർ കക്ഷികൾപ്പെട്ടവരായ ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയവരായ ആളുകൾ നമ്മളിലേക്ക് തിരിച്ചു വരും, അവർക്ക് തിരിച്ചു വരുന്നൊരു സമയം വരും, അങ്ങനെ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ചു. ദീനുൽ ഇസ്ലാം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു, അവിടെ ഒരു കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. മദീനയിൽ പോയി അവിടെയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ വലിയ സഹായങ്ങളുണ്ടായി. അങ്ങനെയാണ് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുശ്രിക്കുകൾ തടഞ്ഞു, മക്കയിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ അവിടെ അവസാനമായി ഒരു കരാറുണ്ടായി. ആ കരാറിന്റെ പേരാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് പറഞ്ഞാൽ എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു വർഗമല്ല എന്ന് ആർക്ക് മനസ്സിലായി? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലായി. അവർക്ക് നിരാശയിലായി. ആ നിരാശയെ പറ്റിയാണ് പറയുന്നത്. അൽ യൗമ, ഇന്നേ ദിവസം യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ മുശ്രിക്കുകൾ കാഫിറുകളായ ആളുകൾ നിരാശപ്പെട്ടിരിക്കുന്നു. ഫലാ തഖ്ശൗഹും, അതുകൊണ്ട് ഇനിമേലിൽ നിങ്ങൾ ഓലപ്പേടിക്കണ്ട. ഒരു മുശ്രിക്കിനെ, ഒരു കാഫിർ നിങ്ങൾ പേടിക്കണ്ട. വഖ്ശൗനി, നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി, അല്ലാഹനെ പേടിച്ചങ്ങോട്ട് ജീവിച്ചാൽ മതി. ഇനി നിങ്ങൾ ആ ജാതി ആളുകളൊന്നും പേടിക്കേണ്ടതില്ല എന്നവർക്ക് ഒരു സുവിശേഷം നൽകുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? അൽ യൗം, ഇന്നേ ദിവസം, ആ പറയപ്പെട്ട ഹജ്ജത്തുൽ വദാഇൽ ആ സമയത്ത് അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസത്തിൽ, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ എന്തുണ്ടായി? അൽ യൗം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അഥവാ 23 വർഷ കാലഘട്ടത്തിൽ വഹിയിലൂടെ അറിയിക്കപ്പെട്ടിട്ടുള്ള ദീനാകുന്ന ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹവും ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അത്മംതു അലൈക്കും നിഅമതി, പിന്നെയോ വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അപ്പൊ ദീനുൽ ഇസ്ലാം അല്ലാഹു തആല നമുക്ക് ആചരിക്കുവാൻ വേണ്ടി തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ദീനാകുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നതാ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നു എന്ന് പറഞ്ഞതിനർത്ഥം ആ ദീൻ സമ്പൂർണമായി. ഇനി നമ്മൾ അതനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ മതി. ആ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിച്ചാൽ മതി. വേറെ ഒന്നും നമ്മളതിൽ ചെയ്യേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തിബാ ചെയ്യുക എന്നത് മാത്രമാണ് ബാധ്യത. എന്തൊക്കെ ആ കാര്യങ്ങൾ, ദീനിൽ പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങൾ? അൽ ഫറാഇൽ, ദീനിന്റെ ഫറലായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. വസുനൻ, സുന്നത്തുകളായ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അൽ ഹുദൂദ്,
അതുപോലെ തന്നെ നിയമങ്ങൾ, ഏത് നിയമങ്ങള്? ജിനായത്ത്, കുറ്റകൃത്യങ്ങൾ ചെയ്തവരായ ആളുകൾക്കുള്ള ഹദ്ദുകൾ നടപ്പാക്കുക. അതെങ്ങനെയൊക്കെയാണ് വേണ്ടത്? ആ നിയമങ്ങൾ പൂർത്തിയായി. വൽ ജിഹാദ്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ടത്? അതിന് കുറെ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പൂർത്തിയായി. വൽ അഹ്കാം, അതുപോലെ തന്നെ വിധികൾ പൂർത്തിയായി. ഇസ്ലാമിന് 5 വിധികളുണ്ട്. ഏതൊക്കെയാണത്? ഫർള്, സുന്നത്ത്, മന്ദൂബ്, ഹലാല്, ഹറാം. ഇന്ന കാര്യങ്ങളൊക്കെ ഹറാമാണ്, ഇന്ന കാര്യങ്ങൾ ഹലാലാണ്. അതൊന്നും ഇനി പുതിയ ഉണ്ടാക്കേണ്ടതില്ല. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ദിവസത്തോടു കൂടി, ഈ ആയത്ത് അവതരിക്കുന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ ഒരു ഹലാലുമില്ല, ഒരു ഹറാമുമില്ല. അതിനുശേഷം പ്രത്യേകമായ ഒരു ഫർളായ കാര്യങ്ങളില്ല, പ്രത്യേകമായ സുന്നത്തായ കാര്യമില്ല. വിധികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിലേക്ക് ഇനി ഒന്നും നമ്മൾ ചേർക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അക്മൽ അല്ലാഹു ലഹും ദീനഹും, അല്ലാഹു തആല അവർക്കിതാ അവരുടെ ദീനിനെ സമ്പൂർണ്ണമാക്കി കൊടുത്തു. ഫലാ യഹ്താജൂന ഇലാ ദീനിൻ ഗൈരിഹി, ഈ ദീനല്ലാത്ത വേറൊരു ദീനിലേക്ക് ഇനി അവർക്ക് ആവശ്യമില്ല. ഇസ്ലാം ദീനല്ലാത്ത വേറെ ദീനിലേക്ക് ഇനി ആവശ്യമല്ല. ഇന്ന കാര്യങ്ങളിൽ വേറെ ദീൻ നമുക്ക് എടുക്കാന്ന് വിചാരിക്കണ്ട. ദീനുൽ ഇസ്ലാമിൽ എല്ലാം ഉണ്ട്. ആ ഉള്ളത് നടപ്പാക്കുക എന്നല്ലാതെ ഇവിടെ ഇന്ന പോരായ്മയുണ്ട്, അതുകൊണ്ട് വേറൊരു ദീനിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം എന്നില്ല. ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. വലാ ഇലാ നബിയ്യിൻ ഗൈരി നബിയ്യിഹിം, അവരുടെ നബി അല്ലാത്ത വേറെ നബിയിലേക്ക് ഇനി ആവശ്യമല്ല. മുഹമ്മദ് നബി പൂർത്തീകരിച്ചു വന്നു. ഇനി ലോകാവസാനം വരെ വേറെ നബി വരേണ്ടതില്ല. ഇല്ലാത്ത വിധം അള്ളാഹുവിന്റെ നിയമങ്ങൾ സമ്പൂർണ്ണമാക്കി എന്നാണ് ഈ പറയുന്നത്. ഫലാ ഹലാല ഇല്ലാ മാ അഹല്ലഹുല്ലാഹ്, അല്ലാഹു തആല ഹലാലാക്കി ഹലാലല്ലാത്ത വേറെ ഹലാലിനില്ല. വലാ ഹറാമ ഇല്ലാ മാ ഹറമഹു, അല്ലാഹു തആല നിഷിദ്ധമാക്കി വെച്ചിട്ടുള്ള ആ നിഷിദ്ധങ്ങളല്ലാത്ത പുതിയൊരു നിഷിദ്ധങ്ങൾ ഇനി വരാനില്ല. വലാ ദീന ഇല്ലാ മാ ശറഅഹു, അല്ലാഹു തആല നിയമമാക്കിയിട്ടുള്ള ആ നിയമങ്ങളല്ലാത്ത വേറൊരു ദീനനില്ല. വകുല്ലു ശൈഇൻ അഖ്ബറ ബിഹി, പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അറിയിച്ചു തന്ന കാര്യങ്ങളൊക്കെ, ദീനിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഫഹുവ ഹഖ്ഖുൻ, അത് സത്യമാകുന്നു. വസിദ്ഖുൻ ലാ കദിബ ഫീഹി, അതിൽ യാതൊരു കളവുമില്ല. അതെല്ലാം ഉൾക്കൊള്ളേണ്ട, എടുക്കേണ്ടതല്ലാത്തൊരു കാര്യം ഇനി അതിലില്ല. അതിൽ കളവില്ല. ഏതുപോലെ വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ കലിമത്ത് ദാ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. സിദ്ഖൻ വഅദ്ലൻ, അത് സിദ്ഖുമാണ്, അദ്ലാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായി പൂർത്തീകരിക്കപ്പെട്ടു എന്നാ. സിദ്ഖൻ ഫിൽ അഖ്ബാർ, അല്ലാഹു തആല അള്ളാഹുവിന്റെ നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ട എല്ലാ അഖ്ബാറുകളും സത്യമാണ്. വഅദ്ലൻ, അത് നീതിയുക്തമാണ്. എന്ത് കാര്യത്തിൽ? ഫിൽ അവാമിരി വന്നവാഹി, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ, എന്ത് കാര്യം വിലക്കിയിട്ടുണ്ടോ, അത് അദ്ലാണ്, നീതിയാണ്. നീതിയനുസരിച്ചുള്ള കൽപ്പനകൾ മാത്രമേ ദീനുൽ ഇസ്ലാമിലുള്ളൂ. ഒരു കാര്യം വേണ്ടാന്ന് ദീൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടതാകുന്നു എന്ന് പറയാവുന്ന യാതൊരു ചാൻസും ഈ ദുനിയാവിൽ ബാക്കി വെച്ചിട്ടില്ല. അത്രമാത്രം വ്യക്തമായ അതിലാകുന്നു അത്. ഇസ്ലാം ദീനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തിനാ തൃപ്തിപ്പെട്ട് തന്നത്? അതുകൊണ്ട് ഫർലൗഹു, നിങ്ങൾ അതിനെ തൃപ്തിപ്പെട്ടോളാം. അതുകൊണ്ട് ആ ദീനിനെ അൻതും ലിഅൻഫുസികും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ ദീനിനെ സംതൃപ്തിയോടുകൂടി എടുത്തുകൊള്ളുക. ഇനി വേറൊന്നും കേൾക്കേണ്ടതില്ല. ദീന് മനസ്സിലാക്കാൻ വേറൊരു ഇൽമിലേക്ക് പോകേണ്ടതില്ല. ദീൻ പഠിക്കാൻ ഇത് തന്നെ മതി, അതിനപ്പുറത്തേക്ക് വേറൊരു ഇൽമ് തേടേണ്ടതില്ല. ആ നിലക്ക് ദീനുൽ ഇസ്ലാം പരിപൂർണമായി നമുക്ക് ദാ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ദീനനുസരിച്ച് ജീവിക്കലാണ് മുസ്ലിമിന്റെ ബാധ്യത. ആ ദീനിൽ യാതൊരു തരത്തിലുള്ള കൈക്രിയയും നടത്താൻ ഒരാൾക്കും അവകാശമില്ല. എന്താണോ അല്ലാഹു തആല ശരീഅത്താക്കി നമുക്ക് തന്നത്, ആ ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കൽ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത. ഇനി എങ്ങനെയാ അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരിക? ഈ ദീന് തന്നെ അല്ലാഹു തആല ഇറക്കി തന്നാണല്ലോ. എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? അത് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതാഅത്തുണ്ടാകണം, അനുസരണം ഉണ്ടാകണം, 2 മുതാബഅത്തുണ്ടാകണം. റസൂല് ചെയ്തതുപോലെ ചെയ്യുക. നമ്മൾക്ക് മാതൃകയാകാൻ വേണ്ടി റസൂൽ നിയോഗിക്കപ്പെട്ടത്. റസൂൽ ഖുദ്വത്താണ്, മാതൃകയാണ്. നമ്മുടെ ഏതൊരു ദീനിയായ കാര്യത്തിനും അന്തിമമായ മാതൃക ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. വേറെ ദുനിയാവിൽ ഒരു മനുഷ്യനും മുസ്ലിമീങ്ങൾക്ക് മാതൃകയല്ല, ആത്യന്തികമായ മാതൃകയല്ല. നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടവൻ അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ്. എന്താ കാരണം? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. അല്ലാഹു തആല പറയാണ് വമാ അർസൽനാ മിൻ റസൂലിൻ
ഒരു റസൂലിനെ അയച്ചിട്ടില്ല ഇല്ലാ ലിയുതാഅ, ആ റസൂൽ അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ, ബിഇദ്നില്ലാ, അള്ളാന്റെ കൽപ്പന പ്രകാരം. അപ്പൊ റസൂലുമാർ അള്ളാന്റെ കൽപ്പന പ്രകാരം വന്നവരാണ്. ആ കൽപ്പന പ്രകാരം വന്നവരാണ് എങ്കിൽ അവരെ അനുസരിക്കണം. ആ അനുസരിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹിനെ അനുസരിച്ചു. ഒരാൾക്ക് അള്ളാഹിനെ അനുസരിക്കാൻ കഴിയുമോ? എങ്ങനെ അനുസരിക്കാൻ പറ്റുക? അള്ളാഹ് പറഞ്ഞ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അത് നബിമാര് മുഖേനയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചോ അത് നമ്മൾ അനുസരിച്ചാൽ എന്തായി? അള്ളാഹുവിനെ അനുസരിക്കലായി. വമാ അർസൽനാ റസൂലൻ മിൻ റസൂലിൻ, റസൂലുമാരിൽപ്പെട്ട റസൂലിനെ നാം അയച്ചിട്ടില്ല ലിശൈഇൻ മിനൽ അശ്യായി, എന്തൊരു സംഗതി കൊണ്ട് ആകട്ടെ, ഇല്ലാ ലിയുതാഅ, ആ റസൂലിനെ അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ, ഫീമാ അമറ വനഹ, ആ റസൂൽ എന്താണ് കൽപ്പിച്ചത് അനുസരിക്കണം, വനഹ എന്താണോ വിലക്കിയത് അത് ഒഴിവാക്കണം, വഹകമ എന്താണോ വിധിച്ചത് ആ വിധി നമ്മൾ നടപ്പാക്കണം. അതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യത. ലാ ലിയതുലബ ദാലിക മിൻ ഗൈരി, അതല്ലാത്ത ഒരു ദീനിൽ നിന്ന് തേടേണ്ടതില്ല. ദീനുൽ ഇസ്ലാമിന്റേതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഹുക്കും നമ്മൾ തേടേണ്ടതില്ല. ഏതോ ഒരു നെഹിയോ ഒരു അംബ്രോ വേറെ തേടേണ്ടതില്ല. ദീനനുസരിച്ച് ജീവിക്കാൻ ഇത് തന്നെ മതി. ഫതാഅതുഹു, അപ്പൊ റസൂലുള്ളാഹിനെ നമ്മൾ അനുസരിക്കാന്നുള്ളത് ഫർളുൻ, നിർബന്ധമായ കാര്യമാണ്. അലാമൻ ഉർസില ഇലൈഹിം, ആരിലേക്കാണോ റസൂലുമാർ നിയോഗിക്കപ്പെട്ടത് ആ സമൂഹത്തിന് ആ റസൂലിനെ അനുസരിക്കൽ നിർബന്ധമാണ്. വഇൻകാറു ഫരീളതിഹാ കുഫ്റുൻ, ആ റസൂലിനെ കൊണ്ടുവന്നിട്ടുള്ള ഫർളുകളെ ഒരാള് തള്ളിക്കളയാന്ന് പറഞ്ഞാൽ എന്താണ്? കുഫറാണ്. റസൂലിനെ അനുസരിക്കാന്നുള്ളത് നിർബന്ധമാണ്. റസൂലിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫറാണ്, സത്യനിഷേധമാണ്, സത്യവിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകക്ക് വിധേയമായി കൊണ്ടുവേണം നമ്മൾ ജീവിക്കാൻ. ലിഅന്ന തഅത്തർ റസൂലി തഅത്തുല്ലാഹ്, കാരണം റസൂലുള്ളാഹിനെ അനുസരിക്കാന്നുള്ളത് ആരാണ്? അള്ളാഹിനെ അനുസരിക്കലാണ്. വമഅസിയതുഹു, റസൂലുള്ളാഹിനെ ധിക്കരിക്കാന്നുള്ളത് മഅസിയത്തുല്ലാഹ്, അള്ളാഹിനെ ധിക്കരിക്കലാണ്. ഖുർആൻ പറഞ്ഞല്ലോ വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത് എങ്കിൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹിനെ നേരിട്ട് അനുസരിക്കാൻ നമുക്ക് കഴിയുന്ന കാര്യമല്ല. അള്ളാഹ് പറഞ്ഞത് നമുക്ക് കേൾക്കുന്നില്ല. അത് നബി മുഖേനയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടികളും ചര്യകളും നമ്മൾ അതേപോലെ പിൻപറ്റുകയും അനുസരിക്കുകയും ചെയ്യണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. വമൻ അസാനി, ആരാണോ എന്നെ ധിക്കരിക്കുന്നത് എങ്കിൽ ഫഖദ് അസല്ലാഹ്, അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹിനെ ധിക്കരിക്കാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ ധിക്കരിക്കുക, അള്ളാഹിനെ അനുസരിക്കാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ അനുസരിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കുല്ലു മൻ അതാഅ റസൂലല്ലാഹ്, ആരൊക്കെയാണോ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത്, ഫീ അവാമിരിഹി, ആ റസൂലുള്ളാഹിന്റെ കൽപ്പനയിൽ, വനവാഹി, റസൂലുള്ളാഹിന്റെ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ, എങ്കിൽ ഫഖദ് അതാഅ അല്ലാഹ്, അവൻ അള്ളാഹിനെ അനുസരിച്ചവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ അങ്ങനെ ആകാൻ കാരണം? ലികൗനിഹി, റസൂൽ ആയതുകൊണ്ടാണ്. ലാ യഅ്മുറു വലാ യൻഹാ, ഒരു കാര്യവും റസൂൽ കൽപ്പിക്കുകയില്ല വിലക്കുകയില്ല. ഇല്ലാ ബി അംരില്ലാഹ്, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ. അതാണ് ഇല്ലാ ബി ഇദ്നിഹി എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് റസൂൽ കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ അനുസരിക്കാന്നുള്ളത് അള്ളാഹിനെ അനുസരിക്കലാണ്. വശറൈഹി ഇല്ലാ ബിമാ അംരില്ലാഹി വശറൈഹി, അല്ലാഹു തആല നിയമമാക്കിയുള്ള ശരീഅത്തനുസരിച്ചാണ്. വവഹീഹി, അല്ലാഹുവിങ്കൽ നിന്നുള്ള വഹി അനുസരിച്ചാണ്. വതൻസീലിഹി, അല്ലാഹുവിങ്കൽ നിന്നുള്ള വഹി അനുസരിച്ച്, അവന്റെ ശരീഅത്ത് നിയമം അനുസരിച്ച്, അവന്റെ കൽപ്പന അനുസരിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൽപ്പനയും വിലക്കുകളും അംഗീകരിക്കലും അനുസരിക്കലും എന്താണ്? ഫർളായ കാര്യമാണ്. വലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, അള്ളാഹുവിന്റെ റസൂൽ തന്നിഷ്ടപ്രകാരം ഒന്നും പറയില്ല. പറയുന്നത് എന്തായിരിക്കും? ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാഹുവിങ്കൽ നിന്നും അവതീർണമായിട്ടുള്ള സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലെ റസൂൽ സംസാരിക്കും. അപ്പൊ ദീനിയായ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ റസൂലിനെ അനുസരിക്കുന്നതിൽ യാതൊരു വ്യവസ്ഥയില്ല. എന്ത് വ്യവസ്ഥയില്ല? ഒരു മുത്തലഖായ കാര്യമാണ്, നിരുപാധികമാണ്, യാതൊരു ഉപാധിയുമില്ലാതെ കൽപ്പിക്കപ്പെട്ടവനാണ്. അതെന്തുകൊണ്ടാണ്? ഈ കാര്യത്തിൽ ഒന്നും റസൂൽ തെറ്റുപറ്റൂല. ഇസ്മത്തുള്ള റസൂലാണ്, പാപ പരിശുദ്ധനാണ്.
അങ്ങനെ പാപപരിശുദ്ധന്മാരായ ആളുകളെ മാത്രമേ ആത്യന്തികമായി അനുസരിക്കാന്നുള്ള വിഷയമുള്ളൂ. അല്ലാത്തവരോ ഏത് മാതൃകായോഗ്യന്മാരാണ് എന്ന് പറയുന്നവരാണെങ്കിലും അവർക്ക് എന്തു പറ്റും? ജീവിതത്തിൽ തെറ്റും പെശകും പിഴവും സംഭവിക്കും. അതുകൊണ്ട് ആത്യന്തികമായ മാതൃകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മത്തുള്ള റസൂലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ ഒരിക്കലും തെറ്റ് സംഭവിക്കൂല. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഉലമാക്കന്മാരെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ മുന്നിൽ റസൂലുള്ളാഹിനോടുള്ള നമ്മുടെ ബാധ്യത. എന്താണ്? ഇത്തിബാഅ് ചെയ്യുക, അനുസരിക്കുക, അതേപോലെ തന്നെ ആ മാതൃക പിൻപറ്റുക. ഇനി ആ മാതൃക വിരുദ്ധമായിട്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാകാൻ വേണ്ടി വന്നതാണ്. ആ മാതൃകയ്ക്ക് യോജിക്കാത്ത തരത്തിലാണ് ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുന്നതെങ്കിലോ? ദീനുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തില്ല? റസൂലുള്ളാഹിന്റെ മാതൃക അല്ല. അയാൾക്ക് തോന്നിയ പ്രകാരം നോമ്പ്, അയാൾക്ക് തോന്നിയ പ്രകാരം നിസ്കാരം, ദിക്റുകൾ, പ്രാർത്ഥന ഒക്കെ ആണെങ്കിലോ അത് സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല അള്ളാന്റെ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. എന്താ കാരണം? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം കേട്ടോ. വഅതീഉർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കരുതേ. അപ്പൊ അമല് ബാത്തിലായി പോവുക, നിസ്കാരം ബാത്തിലായി പോവുക, പുണ്യകർമ്മങ്ങൾ ബാത്തിലായി പോവുക, ബാത്തിലായി പോവുക, നിസ്ഫലമായി പോവുക എന്നുള്ള വിഷയമുണ്ട്. എന്തൊക്കെ കാരണത്താലാണ് നിസ്ഫലമായി പോകുന്നത്? ഇത്തിബാ ഇല്ലാഞ്ഞാൽ എന്തായി? നിസ്ഫലമായി. ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുന്നു, അതിന് മാതൃകയില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിസ്ഫലമായ പണിയായി പോയി. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, അള്ളാഹുവിന്റെ റസൂൽ എന്താ നിങ്ങൾ കൊണ്ടുവന്നത് അത് നിങ്ങൾ മുറുകെ പിടിച്ചോ. വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ നിങ്ങൾക്ക് വിലക്കിയത് നിങ്ങൾ വെടിഞ്ഞോ. അതാണ് റസൂലിലേക്കാണ് നോട്ടം. റസൂല് കൊണ്ടുവന്നത് സ്വീകരിക്കുക, റസൂല് പാടില്ല എന്ന് പറഞ്ഞതിനെ ഉപേക്ഷിക്കുക. അതല്ലാതെ നമ്മളെ തന്നെ ഇഷ്ടപ്രകാരമല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാകട്ടെ അവർക്ക് പറ്റുകയില്ല തന്നെ. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു അവന്റെ റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പറ്റുകയില്ല. എന്തു പറ്റൂല? അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംറിഹിം, അവരുടെ കാര്യത്തിൽ അതെടുക്കണോ വേണ്ടേ തീരുമാനിക്കാൻ പറ്റൂല. തീരുമാനം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അനുസരിക്കലല്ലാതെ അത് വേണോ വേണ്ടേ എന്ന് ആലോചിക്കാനുള്ള ചോയ്സ് അവർക്കില്ല തന്നെ. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ധിക്കരിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ അങ്ങേയറ്റം വിദൂരമായി പഴച്ചു പോയിരിക്കുന്നു. അപ്പൊ പഴവിന്റെ മാർഗം എന്താ? റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടല്ലാത്ത, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടല്ലാത്ത നിലയിൽ ഒരാൾ ദീനാചരിച്ചാൽ അതെന്തായി? അത് വഴികേടാണ്, തെറ്റിലേക്കുള്ള ഒരു വഴിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അമല് കബൂലായി തീരാൻ, അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരാൻ പ്രധാനമായും രണ്ട് സംഗതികളുണ്ട്. ലാ യഖ്ബലുല്ലാഹുൽ അമൽ, അല്ലാഹു തആല ഒരു അമലിനെ സ്വീകരിക്കുകയില്ല ഇല്ലാ ഇദാ കാന ഖാലിസൻ ലില്ലാഹ്, ആ അമല് ചെയ്യുന്നവനായ ആള് ഇഖ്ലാസ് ഉള്ളവനല്ലെങ്കിൽ. ഒന്നാമത്തെ ഷർത്ത് എന്താ? ഇഖ്ലാസാണ്. രണ്ടാമത്തേത് മുവാഫിഖൻ ലിസുന്നത്തി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിച്ച നിലക്ക് അത് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ രണ്ട് കാര്യമാണ്. ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യാ, അള്ളാന്റെ പൊരുത്തം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരാൾ പുണ്യം ചെയ്യുന്നു, ഒരാൾ സദഖ ചെയ്യുന്നു, ഒരാൾ നിസ്കരിക്കുന്നു, അതുകൊണ്ടൊന്നും എന്തല്ല ദുനിയവിയായ ഒരു മോഹവും അയാൾക്കില്ല, ഒരംശം പോലും ഇല്ല. എന്തേ ഉള്ളൂ? ഞാൻ ഈ ചെയ്യുന്നത് അള്ളാന്റെ കൽപ്പന പ്രകാരമാണ്, അള്ളാന്റെ റസൂലിന്റെ മാതൃക പ്രകാരമാണ്. ഇത് ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് എന്ന് ഒരേ ഒരാഗ്രഹത്തിന് ഒരാൾ ചെയ്താൽ അത് ഖാലിസായ പ്രവർത്തനമായി. അങ്ങനെ ഖാലിസായ പ്രവർത്തനം മാത്രമേ അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാകൂ. ഇനി വേറൊരർത്ഥത്തിൽ ആൾ വളരെ ഖാലിസായാണ് ചെയ്യുന്നത്, പ്രതിഫലം കിട്ടുന്ന മോഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നത് എന്തല്ല? റസൂലുള്ളാഹിന്റെ മാതൃകയ്ക്ക് വിരുദ്ധമാണെങ്കിലോ അതുമായി സ്വീകരിക്കില്ല. അതെന്താകണം? മുവാഫിഖൻ ലി സുന്നത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിച്ച അമലായിരിക്കണം. അതുകൊണ്ടാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഹസനുൽ ബസരി താബി പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ, ഒരാളുടെ അമല് ഖാലിസ് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ, വലം യകുൻ സവാബൻ, അതേ അവസരം സവാബ് അല്ലെങ്കിൽ, ഖാലിസാണ് പക്ഷെ സവാബ് അല്ലെങ്കിൽ, ലം യുഖ്ബൽ, അത് സ്വീകാര്യോഗ്യമല്ല. അതേപോലെ തന്നെ വൈദാകാന സവാബൻ, അത് സവാബാകുകയും വലം യകുൻ ഖാലിസൻ, ഖാലിസ് അല്ലാതിരിക്കുകയും ചെയ്താലോ ലം യുഖ്ബൽ, അതും സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യകൂന ഖാലിസൻ വ സവാബൻ, അത് ഖാലിസുമാകണം സവാബുമാകണം, ശരിയുമാകണം ഇഖ്ലാസ് ഉള്ളതുമാണ്. എന്നിട്ട് എന്താണ് ഈ ഖാലിസ് സവാബ് വിശദീകരിക്കുക? അൽ ഖാലിസു എന്ന് പറഞ്ഞാൽ അൻ യകൂന ലില്ലാഹ്,
അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് ഖാലിസായി. സവാബ് എന്ന് പറഞ്ഞാലോ അൻ യകൂന അല സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിധേയമായി മാത്രം ചെയ്താൽ അത് സവാബുമായി. ഈ രണ്ട് ഖാലിസും സവാബും ആകുമ്പോൾ മാത്രമേ അമല് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഒരാൾ നല്ല ഇഖ്ലാസോട് കൂടി ചെയ്യുന്നു, അള്ളാഹും റസൂലും കൽപ്പിക്കാത്ത കാര്യമാണ് ദീനായി ചെയ്യുന്നതെങ്കിലും യാതൊരു ഉപകാരവുമില്ല, ഫലശൂന്യമായ പ്രവർത്തനമായി അത് മാറും. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന സംഗതി എന്താ, ഇന്ന് ദീനാണെന്ന് വിചാരിച്ച് ദീനിൽ പെടാത്ത അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമാണ്. ഒരു പുണ്യകർമ്മത്തിന് ദീനിൽ പഠിപ്പിച്ച കാര്യത്തിന് ഇല്ലാത്ത പ്രാധാന്യം ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാക്കുന്നു. അതൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവരായ ആളുകളെ ചൂണ്ടിക്കൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, അള്ളാഹുവിന്റെ ദീനിൽ ആരെങ്കിലും ഒരു നവീനമായ പുത്തൻ സമ്പ്രദായം ഉണ്ടാക്കിയാൽ എന്നിട്ട് യറാഹ ഹസന, അതൊരു നല്ല കാര്യമാണ് എന്നാൾ വിചാരിക്കുകയും ചെയ്താൽ ഫഖദ് സഅമ, അവൻ വാദിച്ചിരിക്കുന്നു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന ഫിർ റിസാല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്ത ആ റിസാലത്തിൽ റസൂല് വഞ്ചന കാണിച്ചു എന്നതിനർത്ഥം. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ദീൻ പൂർത്തീകരിച്ചു, അതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ പഠിപ്പിച്ച ആ കാര്യം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ പഠിപ്പിച്ചത് പോരാ, അതിൽ കുറച്ച് വിഭാഗത്ത് വേറെ വേണം എന്നർത്ഥം വാദിച്ചാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനെ ധിക്കരിക്കലാണ്. ദീന് പൂർത്തീകരിച്ചു എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ വാക്ക് കള്ളമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീനാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തൊരു കാര്യം ദീനായിരുന്നോ അതൊന്നും ദീനാണ്. അന്ന് ദീനായതൊക്കെ ഇന്നും ദീനാണ്. അല്ലെങ്കിലോ അന്ന് ദീനല്ലാത്തതോ ഫലം യകുനിൽ യൗമ ദീന, ഇന്നും ദീനാവൂല. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ജീവിച്ച കാലത്ത് ദീനായി ആചരിക്കപ്പെട്ടൊരു കാര്യം ഇന്നും ദീനാണ്. അന്ന് ആചരിക്കാത്തൊരു കാര്യം ഇന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ ദീനല്ല. ആ ദീനല്ല എന്ന് മാത്രമല്ല, അതിനാണ് ബിദഅത്ത് എന്ന് ദീനുൽ ഇസ്ലാമിൽ പറയാ, നവീനമായ പുത്തൻ സമ്പ്രദായം എന്ന് പറയാ. ആ പുത്തൻ സമ്പ്രദായം ദീനിലുണ്ടാക്കുന്ന വിധി എന്താണ്? മുബ്തദീന്റെ വിധി എന്താണ്? കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്. ഇങ്ങനെ പുതുതായി ദീനിൽ ഉണ്ടാക്കുന്ന ഏത് ആരാധനാ കർമ്മങ്ങളാകട്ടെ ബിദഅത്തുകളാണ്, ദലാലത്തുകളാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ ദലാലത്തുകളും നരകത്തിലേക്കുള്ള വഴിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയല്ലാത്ത പുതിയ ഒരുത്തുണ്ടാക്കിയാൽ ദലാലത്തിന്റെ വഴിയാണ്. ആ ദലാലത്തിന്റെ വഴി നരകത്തിലേക്കുള്ള വഴിയാണ്. ഇത് വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. അപ്പൊ അതിലുള്ളത് എടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുക, ഇത്തബിയൂ വലാ തബ്തദിയൂ. നിങ്ങൾ ഇത്തിബാ ചെയ്യുക, റസൂലുള്ളാഹിനെ പിൻപറ്റുക. അതല്ലാതെ ദീനിൽ നിങ്ങൾ പുതിയതുണ്ടാക്കണ്ട, പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കണ്ട. ഉള്ളതനുസരിച്ച് ചെയ്താൽ മതി. അതുതന്നെ നമ്മുടെ ജീവിതത്തിന്റെ മാർഗമാണ്, രക്ഷയുടെ വഴിയാണ്. അതാണ് റസൂൽ പഠിപ്പിച്ചതെങ്കിൽ അത് മാത്രം സ്വീകരിച്ചാൽ മതി. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ശരിയായ ജീവിതത്തിന്റെ അടിത്തറ, അവന്റെ പ്രവർത്തനത്തിന്റെ അടിത്തറ ഇതായിരിക്കണം. ഇതല്ലാത്ത വഴി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ പിൻപറ്റുകയും വിദഅത്തിനെ കൈവടിയുകയും ചെയ്യുന്ന നല്ലവരായ മുസ്ലിമീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട അതിസുപ്രധാനമായ ദീന് ഉൾക്കൊള്ളുന്ന ഒരാൾ സ്വീകരിക്കേണ്ട അടിത്തറ പറയാനുള്ളൊരു കാരണം, നമ്മൾ റജബ് മാസത്തിലാണ് ജീവിക്കുന്നത്. റജബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിലില്ലാത്ത ഒരുപാട് ആചാരക്രമങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് എന്നൊരു സത്യമാണ്. റജബ് 27 എന്ന് പറഞ്ഞാൽ ഒരു സുപ്രധാനമായ ദിവസമായി മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം കാണുന്നുണ്ട്. അങ്ങനെ എന്താ റജബ് 27 പ്രാധാന്യമായി കാണാനുള്ള കാരണം? ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏറ്റവും മഹാ അത്ഭുതങ്ങളിൽപ്പെട്ട 2 അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് അൽ ഇസ്രാ, രണ്ട് അൽ മിഅ്റാജ്. അൽ ഇസ്രാ വൽ മിഅ്റാജ്, ഇസ്രാ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദസിലേക്കുള്ള യാത്രയാണ്. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറയുന്ന ആയത്തിലൂടെ ഇസ്രാ എന്ന് പറയുന്ന സംഗതി ഉണ്ടായതായി ഖുർആൻ വ്യക്തമാക്കുന്നു.
അന്ന് തന്നെ എന്തുണ്ടായിട്ടുണ്ട്? ആകാശത്തിലേക്കുള്ള യാത്ര അഥവാ മേറാജും ഉണ്ടായിട്ടുണ്ട്. ഇത് ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇത് എന്നാണ്? അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ അള്ളാഹു താല പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ച് തന്നിട്ടില്ല. ഇന്ന ദിവസമാകുന്നു അതിന് അത്, അല്ലെങ്കിൽ ഇന്ന ദിവസം അതിന് ഇന്ന ഫضലുകളുണ്ട്, അന്നേ ദിവസം നിങ്ങൾ ഇന്ന നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചെല്ലണം, ഇന്ന പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊന്നും കാര്യം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പഠിപ്പിക്കാത്ത ആ സംഗതി ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കണു. റജബ് 27 പ്രത്യേകമായൊരു നോമ്പ്, മേറാജ് നോമ്പ് എന്നാണ് അതിനകത്ത് ഒരു പേര് പറയുന്നത്. മേറാജ് നോമ്പ് എന്നൊരു നോമ്പുണ്ട് അത്രേ. ഏത് ഖുർആനിലാണതുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? അങ്ങനെ വല്ല ഹദീസിലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചൊന്നുണ്ടോ? അപ്പൊ പഠിപ്പിക്കാത്തതാണെങ്കിൽ നമ്മൾ ചെയ്താൽ എന്താണ്? വിദഅത്തായി. വിദഅത്ത് ചെയ്തവന്റെ വിധി എന്താ? ലലാലത്തായി, നരകത്തിലേക്കായി. ഗൗരവം നമ്മൾ മനസ്സിലാക്കും. നമ്മളെന്താ കണക്കുകൂട്ടുക? ഒരു സുന്നത്തല്ലേ, ആ സുന്നത്ത് നോമ്പ് അങ്ങോട്ട് ചെയ്താൽ പോരെ, നല്ലൊരു കാര്യം എന്തായിരുന്നല്ലോ, അതിനൊരു പ്രാധാന്യം ഇല്ലെങ്കിൽ നോമ്പൊറ്റ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാകുന്നവരായ ആളുകൾ ഒരിക്കലും പാടില്ല. അത് വിദഅത്താണ്. വിദഅത്തായ കാര്യം ചെയ്യാൻ പാടില്ല. അതേ അവസരം നമുക്ക് സുന്നത്ത് നോമ്പ് നോൽക്കുന്നവരായ ആൾക്കാർക്ക് നോമ്പ് നോൽക്കാൻ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഓരോ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോറ്റോ, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോറ്റോ, സുന്നത്തായ നോമ്പാണ്. അതേപോലെ തന്നെ അയ്യാമുൽ ബീദ് 13, 14, 15 ദിവസം എല്ലാ മാസത്തിലും നോറ്റോ, സുന്നത്തായ കാര്യമാണ്, സുന്നത്തിലുള്ളതാണ്. ആ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ സുന്നത്തിന്റെ കൂലി അള്ളാഹിനനുസരിച്ച്, അള്ളാഹിന്റെ റസൂലിനനുസരിച്ച് കൂലി നമുക്ക് കിട്ടും. എന്നാൽ ആ പഠിപ്പിക്കപ്പെടാത്ത കാര്യമോ അതിനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ മീറാജിന് പ്രത്യേകം ഒരു പ്രാധാന്യം കൊടുത്തിട്ട് അന്ന് അങ്ങോട്ട് നോമ്പ് നിൽക്കുക, അന്നൊരു ആഘോഷമാക്കുക. ഇത് പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന സംഗതിയാണ്. ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതാണ്. സുന്നത്ത് സുന്നത്തായി പോവുക, വിദഅത്തിന് വിദഅത്തായി കാണുക. വിദഅത്ത് ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല, സുന്നത്തിൽ നിന്ന് എങ്ങനെ ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റും? അതാണ് വിദഅത്തിന്റെ ദോഷം. ഒരു സുന്നത്ത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, ഇന്ന കാര്യം സുന്നത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് വിദഅത്തായ കാര്യങ്ങൾ വലിയ സുന്നത്താക്കി അവതരിപ്പിക്കുമ്പോൾ സുന്നത്തിന്റെ പ്രാധാന്യം ഇല്ലാതാകുകയും ഒരു സുന്നത്തനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഓൻ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് സംഭവിക്കുന്ന മാരകമായ ബുദ്ധിമുട്ട്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ റസൂൽ മുഖേന ദീന് നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. പൂർത്തീകരിച്ച ദീന് പൂർണ്ണമാണ് എന്ന് ഉൾക്കൊള്ളുകയും അതിലൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുകയും കുറയ്ക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുകയും പറഞ്ഞത് എന്താണോ അത് അങ്ങനെ തന്നെ പിന്തുടർച്ച് ജീവിക്കുകയും ചെയ്താൽ പരലോകം രക്ഷപ്പെടാൻ അത് തന്നെ മതി. അതാണ് നമ്മുടെ വഴി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ